അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ബട്ടർഫ്ലൈ ചിക്കൻ. അപ്പോൾ ബട്ടർഫ്ലൈ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നല്ലപോലെ വൃത്തിയാക്കി എടുത്ത ഒരു 1 കിലോയുടെ ചിക്കനാണ്. ഇനി ഇത് ഇതുപോലെ കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കണം. മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് ഇതേപോലെ ഒന്ന് വരയ്ക്കുന്നത്. ഇനി ഇതിനെ തിരിച്ചിട്ടതിന് ശേഷം ഇതിന്റെ പുറഭാഗം കൂടി ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കി എടുക്കാം. ഒരു 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടിച്ചത്, 1/2 സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 സ്പൂണ് ഗരം മസാല പൗഡർ, 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 സ്പൂണ് ഉപ്പ്, ഒരു 4 സ്പൂണ് ഓയിൽ, 1 സ്പൂണ് നാരങ്ങ നീര്. ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് പരത്തി കൊടുക്കാം. ഇതുപോലെ നല്ലപോലെ എല്ലായിടത്തും മസാല തേച്ച് കൊടുക്കുക. ഇനി ഇത് മസാലകളൊക്കെ പിടിക്കാനായി നമുക്ക് ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്കായി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടില് ഒരു 10 മിനിറ്റ് അടിഭാഗം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ ചൂടിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് കുക്കാവുകയല്ല, പുറം കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ചെറിയ ചൂടിലിട്ട് മാത്രമേ ഇത് കുക്ക് ചെയ്തെടുക്കാവൂ. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് ഇതിന്റെ പുറഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ബട്ടർഫ്ലൈ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല കുക്കായിട്ടുണ്ട്.
ഇതൊരു 30 മിനിറ്റ് രണ്ട് സൈഡും സ്ലോ ഫയറിലിട്ട് കുക്കാക്കി എടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ബട്ടർഫ്ലൈ ചിക്കൻ റെഡിയാണ്. അപ്പൊ എന്റെ വീഡിയോ കണ്ടിരിക്കുന്ന ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി തന്നെ ചെയ്യുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ പുതിയ വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.